നിലാവ് പോലെ പാർട്ട് 1. ഇന്നലെ വരെ തന്നെ പ്രണയത്തോടെ നോക്കിയിരുന്ന ആ കണ്ണുകളും ആ കരവലയത്തിനുള്ളിലെ സുരക്ഷിതത്വവും ആ നെഞ്ചിലെ ചൂടും ഇനി മറ്റൊരാൾക്കും കൂടി സ്വന്തമാണ്. അതോർത്തപ്പോൾ അവൾക്ക് ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി. പൊട്ടിവന്നൊരു കരച്ചിൽ അടക്കാൻ അവൾ തലയിണയിലേക്ക് മുഖമമർത്തി. കഴിഞ്ഞുപോയത് ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരുന്നു. ഇവൾ ഇഷാനി, ശ്രീധരന്റെയും ഭാര്യ രാജയുടെയും 3 പെൺമക്കളിൽ ഏറ്റവും വലിയവൾ. രണ്ടാമത്തേത് അച്ചു എന്ന അൻസിക, +2 പഠിക്കുന്നു. ഇളയത് പൊന്നു എന്ന ഐശ്വര്യ, 7 പഠിക്കുന്നു. ഇവർ അടങ്ങിയ ഒരു കൊച്ചു കുടുംബമാണ് അവളുടെ. ശ്രീധരൻ അടുത്തുള്ള സൂപ്പർമാർക്കറ്റിലാണ് ജോലി. ഇഷാനിയുടെ അമ്മ ഭാമ അവളെ പ്രസവിച്ച് ബ്ലീഡിംഗ് കാരണം മരണപ്പെട്ടു. രണ്ടാമതായി വിവാഹം ചെയ്തതാണ് രാജിയെ. അച്ചുവും പൊന്നുവും അതിലുള്ള മക്കളാണ്. അതിൻ്റെതായ മാറ്റവും രാജിക്കുണ്ട്. അവർക്ക് ഇഷാനിയെ കാണുന്നത് ഇഷ്ടമല്ല, മക്കൾക്കും അതുപോലെ തന്നെ. അച്ഛൻ പിന്നെ ഇഷ്ടവും കാണിക്കില്ല, ഇഷ്ടക്കേടും കാണിക്കില്ല. എങ്കിലും രാജി എന്ത് പറഞ്ഞാലും അത് അതേപടി അനുസരിക്കും. ഡിഗ്രി 2nd ഇയർ പഠിക്കുമ്പോഴാണ് ഇഷാനിക്ക് അജിത്തിന്റെ ആലോചന വരുന്നത്. അത്യാവശ്യം സാമ്പത്തികവും നല്ലൊരു ജോലിയും ഉണ്ട് അജിത്തിന്. IT കമ്പനിയിൽ ആയിരുന്നു അജിത്തിന് ജോലി. ശ്രീധരന്റെ കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ബന്ധം. 2 റൂമും 1 അടുക്കളയും 1 ഹാളും ഉള്ള ഒരു കൊച്ചു വീട് മാത്രമേ അവർക്കുള്ളൂ. അജിത്തിന്റെ ആലോചന രാജിക്ക് അത്ര പിടിച്ചില്ലെങ്കിലും അവൾ ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് കരുതി അവർ സമ്മതിച്ചു. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഒക്കെ അജിത്തിന് അത്ഭുതമായിരുന്നു ഇഷാനി എന്ന പെണ്ണ്. കടഞ്ഞെടുത്തതുപോലെ വെണ്ണക്കൽ ശില്പം പോലൊരു പെണ്ണ്. അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർക്ക് എതിർത്തിട്ടും വാശി പിടിച്ച് അത്രയും പാവപ്പെട്ട വീട്ടിൽ നിന്നും അവളെ വിവാഹം ചെയ്തത്. വിവാഹം കഴിഞ്ഞ് 2 വർഷമാകുമ്പോഴേക്കും കമ്പനിയിലുള്ള വർഷ എന്ന സ്റ്റാഫുമായി അജിത്ത് അടുപ്പത്തിലാവുകയും ചെയ്തു. 2 പേരെയും പലയിടത്തും വെച്ച് പലരും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അവർ അതൊന്നും വിശ്വസിച്ചില്ല. എന്നാൽ വർഷയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി സ്ഥിരമായി ചെല്ലുന്ന അവനെ അവളുടെ വീട്ടുകാർ കൈയോടെ പിടിച്ചു. ഇഷാനിക്ക് കുഞ്ഞുണ്ടാവില്ല എന്നും വർഷയെ വിവാഹം ചെയ്യണമെന്നും അവൻ പറഞ്ഞു. ആദ്യമേ ഇഷാനിയോട് ഇഷ്ടക്കേടുള്ള അജിത്തിന്റെ വീട്ടുകാർക്ക് അതിനോട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, വർഷ അജിത്തിന്റെ വീട്ടുകാരെക്കാൾ ഇരട്ടി സാമ്പത്തികം ഉള്ള വീട്ടിലേത് ആയിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാരണം അജിത്തിനും വീട്ടുകാർക്കും. വർഷയും വീട്ടിൽ ഒറ്റമോളായതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനപ്പുറം ഒന്നുമില്ലായിരുന്നു അവർക്കും. നിനക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാം, മുൻപത്തെ പോലെ തന്നെ. നമുക്കൊരു കുഞ്ഞിന് വേണ്ടിയല്ലേ, അജിത്ത് പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ചുവടുവെച്ചു. ഇന്നുവരെ അവനോട് മറുത്തൊരക്ഷരം പറയാത്ത ഇഷാനി അവന് നേർക്ക് മുഖം ഉയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നിങ്ങൾ കെട്ടിയ താലി മറ്റൊരു പെണ്ണിന് കൂടി പകുത്തു നൽകാനോ? എന്റെ കൺമുന്നിൽ എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ജിത്തേട്ടാ, അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു. വേണ്ട വേണ്ട ജിത്തേട്ടാ, എനിക്ക് നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു. ശ്വാസം കിട്ടുന്നില്ല. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കുഞ്ഞൊക്കെ ഉണ്ടാവും, നമുക്ക് ഡോക്ടറെ കാണാം. അവൾ അവന്റെ നെഞ്ചിൽ മുഖമിട്ട് ഉരുട്ടിക്കരഞ്ഞു. നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇഷാനി? എനിക്കൊരു പ്രോബ്ലവും ഇല്ല. നിനക്കുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും കാലമായിട്ടും കുഞ്ഞുണ്ടാവാത്തെ. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിൽ നിന്നും തള്ളിമാറ്റി. അന്നേ നിന്നോട് ഞങ്ങൾ പറഞ്ഞതാ വേണ്ടാത്ത വയ്യാവേലിയൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ടത്. എന്നിട്ടിപ്പോ എന്തായി? അട്ട ഒട്ടിയിരിക്കുന്നത് പോലെയല്ലേ ഒട്ടിയിരിക്കുന്നത്. അജിത്തിന്റെ അമ്മ സാവിത്രി അവൾക്ക് നേരെ തുറിച്ചു നോക്കി. നിനക്ക് പറ്റുമെങ്കിൽ മുൻപത്തെ പോലെ തന്നെ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ പോകാം. അത് പറഞ്ഞപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛം ഉണ്ടായിരുന്നു. അവൾ ചുമരിൽ ചാരി തല കുനിച്ചു നിന്നു. വീട്ടിൽ വിളിച്ച് അറിയിച്ചതിനാൽ അച്ഛൻ വന്നിട്ടുണ്ട്, കൂടെ രാജിയുമുണ്ട്. അച്ഛൻ ഒന്നും മിണ്ടാതെ തല കുനിച്ചിരിക്കുന്നത് കണ്ടതും അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി അടർന്നു വീണു. രാജി അവളുടെ അടുത്തേക്ക് വന്നു. ഇതൊരു നാട്ടു നടപ്പാ. നിനക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ അവൻ മറ്റൊരു കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. അതിനിപ്പോൾ നിനക്കെന്താ ഇത്ര പ്രശ്നം? അവർ അവളുടെ കയ്യിൽ വേദനിപ്പിച്ചൊന്നു നുള്ളി. പിന്നെ ഈ കാര്യമില്ല കാര്യത്തിനൊക്കെ നീ ചാടിത്തുള്ളി അങ്ങോട്ട് വന്നാൽ നിനക്ക് 2 ഇളയതുങ്ങളില്ലേ, അവരെ എന്തു ചെയ്യും? നീ കൂടി വന്നാൽ അച്ഛനതൊരു ബുദ്ധിമുട്ടാവും. അവർ അത് പറഞ്ഞതും അവൾ തിരിഞ്ഞ് അച്ഛനെ നോക്കി.
അയാൾ അവളെ നോക്കാതെ പുറത്തേക്ക് കണ്ണും നട്ടിരുന്നു. അവളൊന്ന് വിതുമ്പി. അവൾ തിരിഞ്ഞ് അജിത്തിനെ നോക്കി. അവന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. ഞാൻ വരുന്നില്ല അച്ഛാ. അതും പറഞ്ഞവൾ മുകളിലേക്ക് നടന്നു. രാത്രി കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിവാഹം തീരുമാനിച്ചത് മുതൽ അവൾ മറ്റൊരു റൂമിലാണ് കിടക്കുന്നത്. താൻ എല്ലാവർക്കും ഒരു ഭാരമായി തുടങ്ങി. ഒരുപക്ഷേ തന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ താൻ അച്ചുവിനെയും പൊന്നുവിനെയും പോലെ എപ്പോഴും സന്തോഷത്തിൽ ഇരുന്നേനെ. അവൾ തലയിണയിലേക്ക് മുഖമമർത്തി. നാളെ തന്റെ ജീവൻ മറ്റൊരു പെണ്ണിന് സ്വന്തമാവുന്നു. ആലോചിച്ചതും ശ്വാസം നിലക്കുന്നതുപോലെ തോന്നി അവൾക്ക്. ഉറക്കത്തിൽ ശരീരത്തിലൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നിയതും അവൾ ഞെട്ടിയെണീറ്റു. പേടിക്കണ്ട മോളെ, ഞാനാ ജിത്തേട്ടൻ. അവളുടെ ചെവിയോട് മുഖം ചേർത്ത് അവൻ പതിയെ പറഞ്ഞു. അവന്റെ ശബ്ദം തൊട്ടരികിൽ നിന്ന് കേട്ടതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ മുറുകെ ചുറ്റിപ്പിടിച്ചു നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ഞാൻ പേടിച്ചുപോയി. ജിത്തേട്ടൻ എന്നെ മറന്ന് വേറൊരു പെണ്ണിനെ പാതിയാക്കും എന്ന് ഞാൻ പേടിച്ചുപോയി. ഇപ്പോ ഉണ്ടല്ലോ, പോയ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നുവാ. അവൾ അവന്റെ മുഖത്തും നെഞ്ചിലും മാറി മാറി മുത്തി. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി. മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു. ഞാൻ വേറെ ആരെ വിവാഹം ചെയ്താലും ഇതുപോലെ നിന്റെ കൂടെ ഉണ്ടാവും ഇഷ. അതുകൊണ്ടല്ലേ വർഷം വന്നാലും നീ ഇവിടെ വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞത്. ഈ ഭംഗി എനിക്കെന്നും വേണം ഇഷ. അതും പറഞ്ഞവൻ അവളിലേക്ക് അമർന്നു. അവളൊരു ഞെട്ടലോടെ അവനെ തള്ളി മാറ്റി. ജിത്തേട്ടൻ എന്താ പറയുന്നത്? അപ്പോ ജിത്തേട്ടൻ വർഷയെ കല്യാണം കഴിക്കുമോ? അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. ഞാൻ പറഞ്ഞല്ലോ, വർഷ വന്നാലും നീ ഇവിടെ ഉണ്ടാവും ഇഷ. അവൾ വീട്ടിൽ പോകുമ്പോഴോ അവൾ ഉറങ്ങുമ്പോഴോ ഒക്കെ ഞാൻ നിന്റെ അടുത്ത് വരും. അവൻ കിതപ്പോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളിലേക്ക് അമർന്നു. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി. എന്നാൽ അവൻ ബലത്തോടെ അവളെ അമർത്തിപ്പിടിച്ചു. നിനക്കെന്താ ഇഷ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അവൻ മുരണ്ടുകൊണ്ട് അവളിലേക്ക് പടർന്നു കയറി. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. രാവിലെ എണീറ്റ് അവൾ റൂമിൽ തന്നെ ഇരുന്നു. എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നി അവൾക്ക്. എങ്ങോട്ട് പോവാൻ? ആരും ഇല്ല. അമ്മയ്ക്കൊരമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇഷാന് ജനിക്കുന്നതിന് മുൻപേ മരിച്ചു. അച്ഛന്റെ വീട്ടുകാർക്ക് പ്രിയം രാജിയമ്മയോടാണ്. ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഏതു നിമിഷവും ജിത്തേട്ടൻ വർഷയെയും കൂട്ടി വരും. അത് കാണാൻ തനിക്ക് കഴിയില്ല. മോളെ, എണീറ്റ് വല്ലതും കഴിക്ക്. സമയം 9 കഴിഞ്ഞു. പുറംപണിക്ക് വരുന്ന ദേവകി ചേച്ചിയാണ്. അവളോട് മോളെപ്പോലെ സ്നേഹമാണ് ദേവകി ചേച്ചിക്ക്. അകമ്പണിക്ക് വരുന്നവരെ ഇഷാനി വന്നതിന് ശേഷം അവർ പറഞ്ഞു വിട്ടു. എങ്കിലും അവരെയൊന്നും കാണാതെ ദേവകി ചേച്ചി അവളെ കുറേയൊക്കെ സഹായിക്കും. വേണ്ട, എനിക്ക് വിശപ്പില്ല, അവൾ അവരുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവളുടെ അവസ്ഥ കണ്ട് അവർക്ക് നിർബന്ധിക്കാനും തോന്നിയില്ല. അവളുടെ നെറുകയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. അല്ല, എന്താ നിന്റെ വിചാരം? പൂങ്കണ്ണീരും ഒലിപ്പിച്ച് ഇവിടെ സുഖമായി കഴിയാമെന്നോ? നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്. അതിന് നീ വേറെ ആളെ തരപ്പെടുത്തിയിട്ടൊന്നും ഇല്ലല്ലോ, അജിത്തിന്റെ അമ്മ സാവിത്രി പരിഹാസത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും വലിയ വീട്ടിലെ ആൺപിള്ളാരെ കണ്ണും കൈയും കാണിച്ച് മയക്കിയെടുക്കുമ്പോൾ ആലോചിക്കണം. സുഖിച്ചു കിടക്കാതെ വന്ന് പണിയെടുക്കാൻ നോക്ക്. അവരതും പറഞ്ഞ് ചവിട്ടി കുലുക്കി പുറത്തേക്ക് പോയി. താനിനി ഇവിടുത്തെ വെറുമൊരു അടുക്കളക്കാരിയാവും. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ. കിടത്തം ജിത്തുവിന്റെ റൂമിലാണെന്നേ ഉള്ളൂ. ഒരു പണിക്കാരിയുടെ സ്ഥാനമേ ഇന്നുവരെ കിട്ടിയിട്ടുള്ളൂ. മുഖമൊന്ന് തുടച്ച് അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ അവളോടൊപ്പം ദേവകി ചേച്ചിയും കൂടി. അവളെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി അവർ അവളോടൊന്നും ചോദിച്ചില്ല. ഡി, ഒരു ഗ്ലാസ്സിൽ പായസം എടുത്തോണ്ട് വാ, സാവിത്രി അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവൾക്ക് ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി. താലികെട്ട് കഴിഞ്ഞ് അവർ എത്തിക്കാണും. അവളുടെ കണ്ണു നിറഞ്ഞു തുളുമ്പി. അവൾ ഗ്ലാസ് അവർക്ക് നേരെ നീട്ടി. പിന്നെ നീ തരുന്ന് വാങ്ങിച്ചു കൊണ്ടുകൊടുക്കാൻ ഞാൻ നിന്റെ വേലക്കാരിയോ? അങ്ങോട്ട് കൊണ്ടുവാടി. അവർക്ക് പിറകെ നടക്കുമ്പോൾ ജിത്തുവിനെ നോക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ശക്തി തനിക്കില്ല. അവിടെ എത്തിയതും സാവിത്രിയുടെ കയ്യിൽ ഗ്ലാസ് കൊടുത്തു തിരിഞ്ഞപ്പോൾ കണ്ണവളെ ചതിച്ചു. സോഫയിൽ മുട്ടിയിരുന്നിരിക്കുന്ന അവർക്ക് നേരെ നോട്ടപ്പാളി വീണു. ജിത്തുവിന്റെ കൈക്കുള്ളിലൂടെ കൈ കോർത്തു പിടിച്ച് സർവാഭരണ വിഭൂഷിതയായി
വർഷ അവളുടെ കൈകളിൽ അവൻ വിരൽ കോർത്ത് മുറുകെ പിടിച്ചിരിക്കുന്നു. അവനും കണ്ടു അവളെ. ആകെ വാടിത്തളർന്ന്, മുഖമൊക്കെ ചുവന്നു, എങ്കിലും വല്ലാത്തൊരു ഭംഗി. അവന്റെ കണ്ണുകൾ അവളുടെ കഴുത്തിൽ ഇന്നലെ രാത്രി താൻ നൽകിയ ചുവന്ന പാടിലേക്ക് പോയി. അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവൾ അടുക്കളയിൽ എത്തിയതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവകിയുടെ നെഞ്ചിലേക്ക് വീണു. അവരവളെ ചേർത്ത് പിടിച്ച് പുറത്ത് അവർക്കുള്ള കൊന്നുമുറിയിലേക്ക് കൊണ്ടുപോയി. എനിക്ക് പറ്റുന്നില്ല ദേവകിയേച്ചി, എന്നെക്കൊണ്ട് കഴിയില്ല. എന്നെ കൂടെ കൊണ്ടുപോവോ? വേറെ ആരുമില്ല എനിക്ക് ചോദിക്കാൻ. അവൾ അവൾക്ക് നേരെ കൈകൾ കൂപ്പി. അവർ നിസ്സഹായതയോടെ അവളെ നോക്കി. അന്ന് മുഴുവൻ അവൾ പുറത്തിറങ്ങാതെ അവിടെ ഇരുന്നു. രാത്രി പണിയെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞതും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന സാവിത്രിയെ. ഇനിയെന്താ ഭാവം? അവളൊന്നും മിണ്ടാതെ തലകുനിച്ചു. പുറത്തുള്ള ദേവകിയുടെ റൂമിൽ കിടന്നോ? ഈ വീട്ടിൽ എനിക്കൊരു മരുമക മതി. അത് എന്റെ വർഷമോളാണ്. ഇപ്പോഴും എന്റെ മോനെ ഓരോന്ന് കാണിച്ച് മയക്കിയല്ലേ നീ ഇവിടെ നിൽക്കുന്നു? ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവർ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്താക്കി. വാതിൽ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തു. പുറത്തെ ഇരുട്ട് കണ്ടതും അവൾക്ക് ഭയം തോന്നി. ചെറുപ്പം മുതൽക്കേ ഇരുട്ട് ഭയമാണ്. അവൾ ഓടി ദേവകിയേച്ചിയുടെ റൂമിൽ കയറി. വൈകുന്നേരം അവർ വീട്ടിലേക്ക് പോകും. രാവിലെ 10 മണിയോടെ എത്തും. രാവിലെ വരെ ഏതോ വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരിക. ഓരോന്നാലോചിച്ച് അവൾ അവിടെ നിലത്തിരുന്നു. ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അവൾ നേരത്തെ എണീറ്റ് ജോലിയെല്ലാം തീർത്തു. മോളിൽ തന്റെയും ചിറ്റുവേട്ടന്റെയും റൂമിന് അടുത്തുള്ള മറ്റൊരു റൂമിലാണ് വർഷയ്ക്കും ചിത്തുവിനും റൂം സെറ്റ് ചെയ്തത്. അവരുടെ റൂം ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണെന്ന് കാണെ അവളുടെ കണ്ണ് നിറഞ്ഞു. നാണമുണ്ടോടി ഇങ്ങനെ നോക്കി നിൽക്കാൻ? പിറകിൽ നിന്നും സാവിത്രിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എന്റെ മോന്റെ ജീവിതം തകർക്കുമോ നീ? റൂമിന് മുൻപിൽ കാവൽ നിൽക്കാതെ പോയി വല്ല ജോലിയും എടുക്കടി, അവർ വെറുപ്പോടെ പറഞ്ഞു. അവൾ തിരിഞ്ഞ് അടുക്കളയിലേക്ക് ഓടി. അവിടെ വാതിൽക്കൽ നിറകണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ദേവകി ചേച്ചി. തലയും കുനിച്ചു കൊണ്ടവൾ മുറ്റത്തേക്ക് ഇറങ്ങി. ദേവകി ചേച്ചിയുടെ കൂടെ അവർക്കുള്ള ഭക്ഷണം ഓരോന്നായി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് കൈകൾ കോർത്ത് പിടിച്ച് ചിത്തുവും വർഷയും വരുന്നത്. അവൾ അവരെ നോക്കാതെ പെട്ടെന്ന് തന്നെ എല്ലാം വെച്ച് അകത്തേക്ക് പോയി. ഡി ഇഷാനി! സാവിത്രിയുടെ വിളി കേട്ട് അവൾ ഹാളിലേക്ക് നടന്നു. നീ അകത്തേക്ക് പോയിരുന്നാൽ ഞങ്ങൾക്കാര് വിളമ്പും? അവർ പറഞ്ഞതും അവൾ മുഖം കുനിച്ച് ചുവരിൽ ചാരി നിന്നു. വർഷ അവളെ സൂക്ഷിച്ചു നോക്കി. നിലാവ് പോലെ, വെണ്ണക്കൽ ശില്പം പോലൊരു പെണ്ണ്. വിടർന്നു നീണ്ട മീകൾ, ചുവന്നു തുടുത്ത ആദരം, നിതംബം മറഞ്ഞു കിടക്കുന്ന മുടി, കാതിൽ ഒരു കുഞ്ഞു ചുമക്കി, കഴുത്തിൽ കുഞ്ഞൊരു താലി. അത് കണ്ടതും അവൾ അസഹിഷ്ണുതയോടെ മുഖം തിരിച്ചു. തന്നെക്കാൾ മുൻപേ അജിത്തിനെ സ്വന്തമാക്കിയവൾ. എത്ര ഒരുങ്ങിയാലും അവളുടെ അടുത്ത് പോയി താൻ എത്തില്ല. ആലോചിച്ചതും വർഷയുടെ മുഖം ഇരുണ്ടു. എനിക്ക് കുറച്ച് കറി ഒഴിച്ചുതാ, വർഷ ഇഷാനിയെ നോക്കി പറഞ്ഞു. അവൾ പതിയെ വർഷക്കടുത്തേക്ക് നടന്നു. കറി ഒഴിച്ചു കൊടുത്തു. വർഷയുടെ കഴുത്തിലും മാറിടത്തിന്റെ മുകളിലും കാണുന്ന ചുവന്ന പാടുകൾ അവളുടെ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി അവൾക്ക്. ഞാൻ പോട്ടെ മോളെ, ദേവകി ചേച്ചി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളൊരു വാടിയ പുഞ്ചിരിയോടെ തലയാട്ടി. നേരം സന്ധ്യയായി. അവൾ ചായപ്പിന്റെ തിണ്ണയിൽ ഇരുന്നു. എന്തോ ഇരുട്ട് മൂടി വരുന്നത് കണ്ടിട്ടും അവൾക്ക് ഭയം തോന്നിയില്ല. അപ്പോഴാണ് ഇടവഴിയിലൂടെ ആരോ വരുന്നത് തോന്നിയത്. ടോർച്ചിന്റെ ലൈറ്റുണ്ട്. ആരാവും ഈ സമയത്ത്? ഇവിടേക്ക് എല്ലാവരും വണ്ടിയിലാണ് വരാറുള്ളത്. ദേവകി ചേച്ചി മാത്രം ആണ് ആ വഴിയെ വരിക. അവൾക്ക് ചെറിയൊരു ഭയം തോന്നിയെങ്കിലും അവിടെ തന്നെ ഇരുന്നു. മോളെ! അടുത്തേക്ക് എത്തിയതും ദേവകി ചേച്ചിയുടെ ശബ്ദം കേട്ടതും അവൾ ആശ്വാസത്തോടെ എണീറ്റു. ചേച്ചി എന്താ ഈ നേരത്ത്? അതൊക്കെ പറയാം. ഈ പ്രതിസന്ധിക്ക് മോള് ഇങ്ങനെ പുറത്തൊന്നും ഇരിക്കല്ലേ, അവർ വാത്സല്യത്തോടെ പറഞ്ഞു. ഇനി എനിക്കൊന്നും വരാനില്ല ചേച്ചി, അവൾ വാടിയൊരു ചിരിയോടെ പറഞ്ഞു. അവർ അവളെ സ്നേഹത്തോടെ നോക്കി. പിന്നെ ചുറ്റും നോക്കി. ആരും ഇല്ലെന്ന് ഉറപ്പു വന്നതും അവളുടെ കയ്യിൽ പിടിച്ച് ആ കുഞ്ഞു റൂമിനകത്തേക്ക് കയറി. എന്താ, എന്തു പറ്റി? അവൾ ആദിയോട് ചോദിച്ചു. മോൾക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തോ, എന്നിട്ട് എൻ്റെ കൂടെ വാ. അവൾ കണ്ണ് മേയിച്ച് അവരെ നോക്കി. വേണ്ട, ഞാൻ അന്നത്തെ സങ്കടത്തിൽ പറഞ്ഞതാ. ചേച്ചി തന്നെ കഷ്ടപ്പെട്ടിട്ടാ കഴിയുന്നത്, പിന്നെ ഞാൻ കൂടെ. അത് വേണ്ട.
എന്നെ എന്നെ വിളിച്ചല്ലോ കൂടെ, അത് മതി. എൻ്റെ അച്ഛൻ കൂടെ എന്നെ വിളിച്ചില്ല. അവളൊന്ന് വിതുമ്പി. പിന്നെ ചേച്ചിയുടെ കൂടെ വന്നാൽ ചിറ്റേട്ടൻ അറിയും. ചേച്ചിയുടെ പനി കൂടെ പോവും. ഞാൻ വീണ്ടും ഇവിടെ തന്നെ വരും. അവൾ നിറകണ്ണുകളോടെ അവരെ നോക്കി. അതിന് ഞാൻ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു എന്ന് ആരാ പറഞ്ഞേ? പിന്നെ? അവൾ ചോദ്യഭാവത്തിൽ അവരെ നോക്കി. മനസ്സിലേക്ക്. അവിടെ എൻ്റെ മോൾ സുരക്ഷിതമായിരിക്കും. ആരും നിന്നെ വലിച്ചിറക്കാൻ വരില്ല. ദേവകി ചേച്ചി രാവിലെ ജോലിക്ക് പോകുന്ന വീടാണ് മനയ്ക്കൽ തറവാട്. ഈ നാട്ടിലെ പേരുകേട്ട തറവാട്ടുകാർ. കേട്ടിട്ടുണ്ട് താനും ഒരുപാട് തവണ. മോള് വരുന്നില്ലേ? അവർ അവളെ നോക്കി. ഇവിടെ ഇങ്ങനെ അടിമയായിട്ട് കഴിയുന്നതിന് നല്ലത് അല്ലേ മോളെ? അവിടെ മോൾക്ക് ചെറിയെന്തെങ്കിലും ജോലി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും അവളുടെ മുഖമൊന്ന് വിടർന്നു. ഞാനുണ്ട്. അവൾ പറഞ്ഞതും അവർ സന്തോഷത്തോടെ അവളുടേതായുള്ളത് എല്ലാം എടുക്കാൻ സഹായിച്ചു. പുറത്ത് ആരും ഇല്ലെന്ന് കാണാൻ അവർ അവളുടെ കൈയും പിടിച്ച് ധൃതിയിൽ നടന്നു. താഴെ റോഡിലെത്തിയപ്പോൾ കണ്ടു, ഒരു ബ്ലാക്ക് കളർ വാങ്ങർ ജീപ്പ് റോഡിൽ നിൽക്കുന്നു. അതിനു മുൻപിൽ ചാരി നിന്നുകൊണ്ട് ഒരാൾ. അവൾ ഭയത്തോടെ ദേവകി ചേച്ചിയെ നോക്കി. അവൾ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു. അത് അഗ്നിയാണ് മോളെ, പേടിക്കണ്ട. മനയ്ക്കലെ അഗ്നിദേവി. അവനെയും കൊണ്ടാ ഞാൻ വന്നത്. കുഞ്ഞേ, അവർ അവനടുത്തേക്ക് ചെന്ന് വിളിച്ചു. അവനൊന്ന് തിരിഞ്ഞ് അവരെ നോക്കി. പിന്നെ അവരുടെ പിറകിലായി പേടിയോടെ പതുങ്ങി നിൽക്കുന്ന അവളെയും. പോവാം, അവൻ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചതും അവൾ ഒന്നുകൂടി അവരോടൊട്ടി. പോവാം, വാ മോളെ. അവർ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി. അവരും കയറിയിരുന്നു. മോനെ, എന്നെ വീട്ടിലിറക്കിയാ മതി. അവർ അത് പറഞ്ഞതും അവൾ അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചു. മോള് പേടിക്കണ്ട, ധൈര്യമായി പോയിക്കോ. ഞാൻ നാളെ രാവിലെ നേരത്തെ വരാം. വീട്ടിൽ അങ്ങേര് കരിച്ചായതുകൊണ്ടാ. അത് കേട്ടതും അവളൊന്നും മിണ്ടാതെ മെല്ലെ തലയാട്ടി. പോട്ടെ മോളെ, ഒന്നും പേടിക്കണ്ട. കുഞ്ഞേ, പതിയെ പോണേ. ആദ്യം അവളോടും പിന്നെ അവനോടും ആയി പറഞ്ഞവർ. ഓ, ആയിക്കോട്ടെ ദേവകിയേ, അവനൊരു ഗൗരവഭാവത്തിൽ പറഞ്ഞു. അവർ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും അവനൊരു ചിരിയോടെ വണ്ടിയെടുത്തു. കുരുത്തം കെട്ടവൻ. അവരുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു.